എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മൾ കുറച്ച് ആദരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഈ ആദരിക്കപ്പെടുന്നവരോടുള്ള ബഹുമാനാർത്ഥം എല്ലാവരും ഒന്ന് സംസാരം കുറച്ചാൽ വളരെ സന്തോഷമായിരിക്കും. ഇത് നമ്മുടെ സീനിയേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ മെഡിക്കൽ അലവൻസ് കൊടുക്കുകയാണ്. പേര് വിളിക്കുന്ന ആൾക്കാർ അവിടെ എഴുന്നേറ്റ് നിന്നാൽ മതിയായിരിക്കും. നമ്മൾ അവിടെ വന്ന് ഗണേശായിട്ട് അവിടെ വന്ന് കൊടുക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തിയ ആത്മ അംഗങ്ങളുടെ കുട്ടികൾക്കുള്ള ആത്മയുടെ സന്തോഷം സ്കോളർഷിപ്പ് വിതരണമാണ്. ആദ്യം കൃഷ്ണപ്രിയ രശ്മി അനിലിൻ്റെ മകളാണ്. 10ാം ക്ലാസ്സിൽ CBSEക്ക് ഉന്നത മാർക്ക് വാങ്ങിയിരിക്കുന്നു. അടുത്തത് ഉണ്ണിമായ ഇന്ദുലേഖയുടെ മകളാണ്. 12ാം ക്ലാസ്സിൽ CBSE പരീക്ഷയിൽ ഉന്നത മാർക്ക് വാങ്ങിയിരിക്കുന്നു. അടുത്തത് ദേവിക സുരേഷ്, മായ സുരേഷിൻ്റെ മകളാണ്. 12ാം ക്ലാസ്സിൽ CBSE പരീക്ഷയിൽ ഉന്നത വിജയം നേടിയിരിക്കുന്നു. അടുത്തത് അഗ്നിവേഷ് നായർ, സുരേഷ് കേശവിൻ്റെ മകനാണ്. 12ാം ക്ലാസ്സിൽ ISC സിലബസിൽ ഉന്നത വിജയം നേടിയിരിക്കുന്നു. അടുത്തത് സാഫ്രിൻ ഷിജി ഇബ്രാഹിമിൻ്റെ മകളാണ്. 12ാം ക്ലാസ്സിൽ സ്റ്റേറ്റ് സിലബസിൽ ഉന്നത വിജയം നേടിയിരിക്കുന്നു. സാഫ്രിൻ ഷിജി, ഡോട്ടർ ഓഫ് ഷിജി ഇബ്രാഹിം, സ്റ്റേറ്റ് സിലബസ് 12ാം ക്ലാസ്. അടുത്തത് സായി കൃഷ്ണ, ശൈലജ, നമ്മുടെ മെമ്പറായ ശൈലജ ചേച്ചിയുടെ മോനാണോ മോളാണോ? മോനാണ്. ഇതിൽ എഴുതിയിട്ടില്ല. 12ാം ക്ലാസ് സ്റ്റേറ്റ് സിലബസിൽ ഉന്നത വിജയം നേടിയിരിക്കുന്നു. അടുത്തത് ആത്മ അംഗങ്ങളായിട്ട് സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചവർക്കുള്ള നമ്മുടെ സന്തോഷമാണ്. ശോഭി തിലകൻ, കേരള സ്റ്റേറ്റ് അവാർഡ് ബെസ്റ്റ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള കഴിഞ്ഞ വർഷത്തെ കേരള സ്റ്റേറ്റ് അവാർഡ് നേടിയ ശോഭി തിലകൻ. ഇദ്ദേഹത്തിന് എല്ലാ വർഷവും ഇങ്ങനെ നിരന്തരം അവാർഡ് വാങ്ങിക്കുന്ന ആൾക്കാരിൽ ഒരാളാണ്. ഈ അവാർഡ് ശോഭി തിലകന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നു. കേരള സംസ്ഥാനം റിസർവ് ചെയ്തിരിക്കുകയാണ്. സന്തോഷം. അതുപോലെ അടുത്ത ഒരാളും എനിക്ക് തോന്നുന്നു നിരന്തരമായിട്ട് കേരള സ്റ്റേറ്റ് അവാർഡ് വാങ്ങുന്ന ഒരാളാണ്. കേരള സ്റ്റേറ്റ് അവാർഡ് 2022 ബെസ്റ്റ് ആക്ടർ ടെലിവിഷൻ ശിവജി ഗുരുവായൂർ. ശിവജി ചേട്ടനും എല്ലാ വർഷവും ഇതുപോലെ നമ്മുടെ ഇന്നൊരു സ്നേഹം ഏറ്റുവാങ്ങുന്ന അപൂർവം ആൾക്കാരിൽ ഒരാളാണ്. അടുത്തത് പ്രൊഫസർ അലിയാർ, കേരള സ്റ്റേറ്റ് അവാർഡ് 2022 മികച്ച കമൻറ്റേറ്റർക്കുള്ള അവാർഡാണ് അലിയാർ സാറിന്. ഇതും ഏറെക്കുറെ റിസർവ് ചെയ്ത ഒരു അവാർഡാണ് കേരള സംസ്ഥാനത്ത്. അതെ, അലിയാർ സാറ് പുതിയ വീട് വെക്കുകയാണ് ഈ അവാർഡ്സ് എല്ലാം കൂടെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സ്ഥലമില്ലാത്തതാണ്. അടുത്തത് നമ്മുടെ ഒരു മുതിർന്ന അംഗമാണ്. നമ്മുടെ എല്ലാ മീറ്റിങ്ങിലും സജീവ സാന്നിധ്യമായിട്ടുള്ള ശ്രീ വേട്ടക്കുളം ശിവാനന്ദൻ ചേട്ടനുള്ള ഒരു അവാർഡാണ്. ഇത് നാടകരംഗത്തെ അദ്ദേഹത്തുള്ള സംഭാവനയ്ക്ക് വേണ്ടിയിട്ട് കേരള സ്റ്റേറ്റ് തിയേറ്റർ അവാർഡ് 2022 വേട്ടക്കുളം ശിവാനന്ദൻ ചേട്ടന് കിട്ടി. ചേട്ടനെ ഈ വേദിയിൽ ആദരിക്കാൻ സാധിക്കുന്നത് നമ്മളെല്ലാവരും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു.
ഇത്രയുമാണ് ഈ പോയ വർഷത്തെ സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടിയ ആത്മ അംഗങ്ങൾ. എല്ലാ വിജയികൾക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ ആത്മയുടെ അംഗങ്ങളെ മാത്രമല്ല നമ്മൾ ആദരിക്കുന്നത്. കാരണം നമ്മളിലുള്ള ഒരുവനെ നമ്മുടെ മറ്റ് സംഘടനകളിലുള്ളവരെ വരെ നമ്മൾ അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുവനാണ് ശ്രീ ഷാജി തിരുമല. ഷാജി തിരുമല എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം. നമ്മുടെ ഇത്രയും കൊല്ലം ഷാ സുഖമില്ലാതെ കിടന്നപ്പോഴും എല്ലാം ഏറ്റവും കൂടുതൽ കൊല്ലം ഷായ്ക്ക് വേണ്ടി ഓരോരോ ആശുപത്രിയിലും മറ്റ് കാര്യങ്ങളും സഹായങ്ങളും എല്ലാം ചെയ്ത് 2 മാസം അദ്ദേഹം ജോലിക്ക് പോലും പോകാതെ ഷായ്ക്ക് വേണ്ടി ചെയ്തു. അത് ഷാജി തിരുമലയുടെ സ്വഭാവമാണ്. ആർക്കാണെങ്കിലും, ഏത് കലാകാരനാണെങ്കിലും ശരി, അല്ലാത്തവർക്കാണെങ്കിലും ശരി, ഷാജി തിരുമല ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ അഭിനന്ദിക്കണ്ടേ? അതാണ് ഷാജി തിരുമല. നല്ലൊരു കൈയടി കൊടുത്താട്ടെ എല്ലാവരും. ഷാജിയെ നമ്മൾ പൂജപ്പുര ഇത്രയും പറഞ്ഞെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് അഭിനന്ദിക്കുക. കാരണം വെച്ചാൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ. കൊല്ലം ഷാ ഒരുപാട് അസുഖം വന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടിയാണ്. അപ്പോൾ ഒരു സഹോദരനെ പോലെ, ഒരു സുഹൃത്തിനെ പോലെ, ബന്ധുക്കൾ പോലും പലരുടെയും കൂടെ നിൽക്കാൻ പഠിക്കുമ്പോൾ ആ ഒരു രക്തബന്ധത്തിലില്ലാത്ത ഒരാൾ ഷാജിയെ പോലെ ഒരാൾ സ്നേഹത്തോടെ 2 മാസം എല്ലാ ജോലിയും മാറ്റിവെച്ച് എൻ്റെ സ്നേഹത്തിന് വേണ്ടി നിൽക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ അപൂർവമാണ്. എല്ലാവരും അവരോരോ നേട്ടങ്ങളാണ്. എല്ലാവരും അവരോരോ നേട്ടത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു നന്മയ്ക്ക് മുമ്പിൽ നമ്മൾ ശിരസ് നമിക്കുന്നു. ഷാജിക്ക് എല്ലാവിധ നല്ലൊരു കൈയടി കൊടുത്താട്ടെ.